ഫിസിക്കൽ ഇതെല്ലാം ഞാൻ പാസ്സാകാം. ഈ പിന്നെ മിലിറ്ററിയിലെ 3 ടെസ്റ്റിന് പോയി. എയർഫോഴ്സിൻ്റെതിന് പോയി, BSF-ൻ്റെ പോയി, പിന്നെ വേറെ ഒരെണ്ണത്തിന് 3 പോയി. 3 കിട്ടിയില്ല. അത് ഓരോ തലവരെന്ന് പറഞ്ഞ കാര്യം നമുക്ക് ചോദിച്ചില്ല. സാറിപ്പോൾ ഇവിടെ വരുന്നത് എങ്ങനെയാ ഫയൽ ചെയ്ത് വന്നത്? ഞാനിവിടെ വന്നത് എൻ്റെ വൈഫിൻ്റെ ചേർത്തിയൊക്കെ ഇവിടെ വന്നു. അപ്പം പിന്നെ അവർ ഫയൽ ചെയ്തു. ശരി. അപ്പം സാർ നാട്ടിലെന്തോ ജോലി ചെയ്തത്? ഞാൻ പിന്നെ ഈ കോളേജിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്ക് ഈ പിന്നെ വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അധികം വലുതായിട്ടൊന്നും പഠിച്ച് പാസ്സായി എന്നല്ലാതെ തോക്കാതെ എല്ലായിടത്തും പഠിച്ച് പാസ്സായില്ല. വലിയ മാർക്കൊന്നുമില്ല. MA പോകണമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. MA പോകണം, ഡോക്ടറേറ്റ് എടുക്കണം എന്നൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ ഒന്നും നടന്നില്ല. പിന്നെ ഞാൻ കുറേ നാൾ ഈ പാരലൽ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 5 സ്ഥലത്ത് പഠിപ്പിച്ചു. ഇംഗ്ലീഷ് തന്നെ ആയിരുന്നു. 5 സ്ഥലത്ത് ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ SH ഇല്ലേ, ചങ്ങനാശ്ശേരി SH കുട്ടപ്പൻ്റെ അവിടെ, പിന്നെ കുരിശുമൂട്ടില്, കൈതപ്പാലം, എരുമ്പനച്ചി, ഭാഗത്താണ്. ഇങ്ങനെ 5 സ്ഥലത്ത് ഒരിടത്ത് ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത പോവുക. അങ്ങനെ 5 സ്ഥലത്ത് ഞാൻ ഒരിടത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു കുറേ നാളെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് KSRTC കണ്ടക്ടറായിട്ട്. അങ്ങനെ അവിടെ അന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിൽ പഠിച്ചിരുന്ന ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. MSCക്കാരും ഇവരെല്ലാം കണ്ടക്ടർ. നമ്മുടെ പിന്നെ ഇവനെ അറിയാം, KF-നെ ഓർമ്മയുണ്ടോ? KF എന്ന് പറഞ്ഞ് KSCയിലുണ്ടായിരുന്ന, പിന്നെ ജർമ്മനി, അവൻ്റെ ജർമ്മനിക്ക് പോയ അവൻ കേരള കോൺഗ്രസിൻ്റെ വലിയ പുള്ളിയാണ്, TS ജോണിൻ്റെ. അപ്പം പിന്നെ ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളത് മിക്കവാറും എല്ലാം MSc ബിരുദുകാരായിരുന്നു അന്നത്തെ കണ്ടക്ടർമാരെന്ന് പറഞ്ഞാൽ. അപ്പം എനിക്ക് ആദ്യം പോസ്റ്റിംഗ് കിട്ടിയത് തൃശ്ശൂരായിരുന്നു. അവിടെ 1 വർഷം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ കല്യാണാലോചനയൊക്കെ വന്ന് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച പാടെ പിന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോയില്ല, തൃശ്ശൂരിൽ പോയില്ല. 1 കൊല്ലം അവിടെ ചെയ്തു. കഴിഞ്ഞപ്പോൾ ചങ്ങനാശ്ശേരി ട്രാൻസ്ഫർ ചെയ്തു. അവിടെ വന്നു കഴിഞ്ഞ് ഈ KF TS ജോണില്ലേ MLA മന്ത്രിയായിരുന്നു. പുള്ളി അവർ ഇവർ രണ്ടും കൂടെ എല്ലാം പ്ലാനിട്ടുണ്ട്. ഞങ്ങളെല്ലാം കൂടെ കൂടി KSCയുടെ ഒരു പിന്നെ ഈ കേരള കോൺഗ്രസിൻ്റെ കണ്ടക്ടേഴ്സ് യൂണിയൻ ഉണ്ടല്ലോ. അന്ന് അവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ CITUവിൻ്റെയും മറ്റേ കോൺഗ്രസിൻ്റെ ഇവരൊക്കെ ആയിരുന്നു അവിടുത്തെ മേജർ യൂണിയൻ. അപ്പം TS ജോണും KF എല്ലാം കൂടെ കൂടി കണ്ടക്ടേഴ്സ് യൂണിയൻ അവിടെ തുടങ്ങി കേരളത്തിൽ മൊത്തം. അതിലെ ചങ്ങനാശ്ശേരി യൂണിറ്റിൻ്റെ പ്രസിഡന്റ് അവനും ഞാൻ പിന്നെ സെക്രട്ടറി ആയിരുന്നു കണ്ടക്ടേഴ്സ് യൂണിയൻ. അങ്ങനെ 7 കൊല്ലത്തോളം ഞാൻ 1 കൊല്ലം അവിടെയും പിന്നെ 6 കൊല്ലം ചങ്ങനാശ്ശേരിയിലായിരുന്നു. 84 അവസാനം വരെ അവിടെ ജോലിയായിരുന്നു. അവിടെ അനൗൺസ്മെന്റിനും ഒക്കെ സ്റ്റേഷൻ മാസ്റ്ററായിട്ടൊക്കെ അവിടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ പോളിടെക്നിക് ചങ്ങനാശ്ശേരി ട്രാൻസ്പോർട്ടേഴ്സ് എന്നും പോകുന്നത് നാട്ടതിനെ. അപ്പം സാറിനെ ഞാൻ 81 പാസ്സാണ്. ഞാൻ പിന്നെ തൃശ്ശൂരിൽ ഇരുന്നപ്പോഴത്തേക്കിന് പോകാത്ത സർവീസ് ഒന്നും ഇല്ല. അന്നത്തെ ഏറ്റവും ടോപ്പാണ് ഈ എന്തോ ഒരു പച്ചവണ്ടി ഉണ്ടല്ലോ പോണ കണ്ണൂർ ഒരു പച്ച എക്സ്പ്രസ്. അതാ ടോപ്പ് വണ്ടി KSRTC. അതിലൊക്കെ പോയിട്ടുണ്ട്. സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഒരു തുരുത്തി എന്നുള്ള ഒരു ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നല്ലോ, പുള്ളി എപ്പോഴും സ്റ്റാൻഡിൽ അവിടെ കാണും. ഒരു നല്ല കോട്ടൊക്കെ ഇട്ട് തുരുത്തി പേരെങ്ങോട്ടോ ഞാൻ നമ്മുടെ റൂട്ടിൽ കറിച്ചാൽ റൂട്ടിൽ KSRTC കിട്ടത്തില്ലല്ലോ. പക്ഷേ ആ സാർ എനിക്ക് ഒരു കാർഡ് തന്നു. കാരണം എനിക്ക് കണക്ഷൻ കിട്ടാൻ വേണ്ടിയേ ഞാൻ പറഞ്ഞു എനിക്ക് KSRTC ആ സമയത്ത് കാർഡിന് കണക്ഷൻ കിട്ടാൻ വേണ്ടി ഇപ്പോൾ നാട്ടകത്തിന് പാനി പുള്ളി ഒപ്പിട്ട് തന്നു. അങ്ങനെ എനിക്ക് ആ കൺസെഷൻ കിട്ടി. ഞാൻ 6 വർഷം ചങ്ങനാശ്ശേരി ഡിപ്പോയിലാണ് പറഞ്ഞാൽ മിക്കവാറും സർവീസ് ഇല്ലാത്തപ്പോഴും സർവീസ് എന്ന് പറയും മിക്കവാറും ഞങ്ങൾ ഈ യൂണിയൻ്റെ ഒക്കെ ആൾക്കാരായതുകൊണ്ടൊക്കെ വലിയ കരിവട്ടം മറ്റൊന്നും കൂട്ടത്തിലായിരുന്നു. അപ്പം മിക്കവാറും പോസ്റ്റിംഗ് കിട്ടുന്നത് റിസർവേഷൻ അവിടെ നടുക്കത്തെ കൗണ്ടർ പിന്നെ അപ്പുറത്തെ അനൗൺസ്മെന്റ് പിന്നെ ബാത്റൂം അവിടെയൊക്കെ ആയിരുന്നു. അതൊക്കെ പൊളിച്ചല്ലേ അല്ലേ? ആ കെട്ടിടം പൊളിച്ചു, മൊത്തം പൊളിച്ചു. ആ കെട്ടിടം പൊളിച്ചു. ഇപ്പം പൊളിച്ചിട്ടിരിക്കുകയാണ്. അവിടെ മറച്ചിട്ടേക്കുക.
നാണം കെട്ടത്. ആ ശീമാട്ടിയുടെ അവിടെ ഒക്കെ ഇച്ചിരി അടുത്തെല്ലാം സ്ഥലം ആക്കിയായിരുന്നല്ലോ. ആ ഒരു ഹോട്ടലിന് ഞാനിപ്പം 2015 പോയത്. ആണല്ലേ. 8-9 വർഷമാകും. അന്നത്തെ ഓർമ്മയാണ് ഇന്ത്യ ബുക്ക് അല്ല ഇന്ത്യ കോഫി സാർ. അതെ അതെ. അതും അതിന്റെയും മാറി. അന്ന് 1 രൂപ ഉള്ളായിരുന്നു സാറേ. ഒരു മസാല ദോശയും കാപ്പി കൂടെ കുടിച്ചാൽ 1 രൂപ ആകത്തുള്ളായിരുന്നു. ഞങ്ങൾ കൂടുതലും ആ മദീന ആ 1 രൂപ ബാറിലും മദീനയിലും അവിടെ പോകുന്ന 1.5 രൂപ ഏതാണ്ടായിരുന്നു. 1 രൂപ ഉള്ളായിരുന്നു. സ്റ്റുഡൻസിന് 1 രൂപ. അപ്പൊ ഞങ്ങൾ എളുപ്പം അങ്ങോട്ട് പിന്നെ ജോലിക്കടയിൽ ബ്രാഹ്മണൽ ഹോട്ടലുണ്ടായിരുന്നു തൊട്ടടുത്തായിട്ട്. ആര്യഭവനോ വേറെ അങ്ങോട്ട് മാറിയ ഗ്രീൻ ലാൻഡ്സിന്റെ അവിടെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. ആ ലെഫ്റ്റിലോട്ട് ഗ്രീൻലാൻഡിലെ പോക്കുനെ ഓർമ്മയുണ്ട്. ഗ്രീൻലാൻഡ്സിന്റെ ഓണറുടെ മകനായിരുന്നു ഈ പോക്കു. അവൻ ഞങ്ങളുടെ ക്ലാസ്സിലായിരുന്നു. അത് ഓർക്കുന്നുണ്ട്. ഒരാൾ അവിടുന്ന് കോടതി അന്ന് ന്യൂ തിയേറ്റർ ഉണ്ട്, അറിയാമല്ലോ. ന്യൂ തിയേറ്റർ ഉണ്ട്. പിന്നെ അമൃത തിയേറ്റർ, അമൃതായി അപ്സര വേറെ ഒന്നും ഉണ്ടല്ലോ. ഇപ്പൊ അഭിനയം അതൊന്നും അല്ലെന്ന് അതൊക്കെ വരുന്നതിന് പോപ്പുലർ ഉണ്ടായിരുന്നു. ഒരു പോപ്പുലർ ഉണ്ടായിരുന്നു. അപ്പച്ചനാണ് അതിന്റെ നെടുമ്പുകാരനായിരുന്നു. ശരിയാ. ന്യൂ തിയേറ്ററും പോപ്പുലറും പിന്നെ അപ്സര അമൃത. അപ്സര അമൃതയൊക്കെ പിന്നീടല്ലേ. നമ്മൾ കോളേജ് പഠിക്കുന്ന ആദ്യമൊന്നും ഇല്ല. പോപ്പുലർ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. പോപ്പുലർ ആയ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അമൃത കഴിഞ്ഞിട്ടാ പോപ്പുലർ ആയത് അല്ലേ? ആദ്യമായിട്ട് പോപ്പുലറും ന്യൂ തിയേറ്ററും ആയിരുന്നു ആദ്യം. അതെ കഴിഞ്ഞിട്ടാ ഇതെല്ലാം ഉണ്ടായിരുന്നു. ആ പിന്നെ അരവനപ്പടിയുടെ ഉടമ്പ അപ്സര. പിന്നെ ആ പിന്നെ മുനിസിപ്പലിന്റെ ഓഫീസിന്റെ അവിടെ അമൃത. പിന്നെ ഞാൻ പറഞ്ഞതാണ് അവിടെ എങ്ങാണ്ട് വേറെ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ടെന്ന്. ഏതാണ്ടൊക്കെ ഉണ്ട്. പെരുന്നയ്ക്കും ഇടയ്ക്കായിട്ട് ചെറുപ്പ് നിലം കിടന്നു. അത് അനു അഭിനയ. എന്നിട്ട് അന്ന് അപ്സര തിയേറ്ററിൽ അന്ന് 75 പൈസയാണ് ഏറ്റവും മുമ്പിലത്തേന്. 1 രൂപ അതിന് തൊട്ട് പറയുന്നത്. അത് ആ സൈഡിൽ കൂടെ പോകണം. ബാൽക്കണി ടിക്കറ്റുകാർക്ക് മാത്രമേ മെയിൻ പോയി നിൽക്കാവുള്ളൂ. അതിനകത്ത് ഇടി കൊണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോയി ബെഞ്ചിലിരുന്ന് സിനിമ കണ്ടിട്ട് ഇവിടെ മുനിസിപ്പൽ ബസ്സിന്റെ ഒരു ഈ സർക്കസ് വരുമായിരുന്നു. അത് ഭാരത് സർക്കസും അത് എവിടെ ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ വലിയ സർക്കസ് ആനയൊക്കെ ആയിട്ട് ആനകളും ഒക്കെ ആയിട്ട് വരുന്നത് അത് ഈ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാ ഞാൻ കണ്ടിട്ടുണ്ട്. പി ജോസ് ഇനോഗ്രേറ്റ്